ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചിച്ചൂസ് വീട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട്, നല്ല ക്രിഞ്ചിയായിട്ട്, മുഞ്ചിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇവരെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് അവരുടെ തൊലി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് സുന്ദരനും സുന്ദരിയുമാക്കി എടുക്കാം. എന്നിട്ട് അവരിലേക്ക് കുറച്ച് മസാലക്കൂട്ടങ്ങൾ ചേർക്കണം. നമ്മൾ ചേർത്തിട്ടുള്ളത് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ 4 കൂട്ടങ്ങളാണ് നമ്മൾ ഇവരിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടെ ഇടാം. നല്ലതായിരിക്കും കേട്ടോ, നല്ല മണത്തിനും ടേസ്റ്റിനൊക്കെ അടിപൊളിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെമ്മീൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല ചെമ്മീൻ കറിയായിരുന്നു. ചെമ്മീൻ കറിയാണെങ്കിലും നമ്മളുണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ, നമ്മളിപ്പോൾ ചെയ്ത ആ പാത്രത്തിലേക്ക് തന്നെ 2 സവോളയും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ നല്ല കുനുകുനാന്ന് മാത്രം കട്ട് ചെയ്യാം. നമ്മൾ മുളക് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ 3 പൊടികളും കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോയും കൂടി ഇടണം, അതായത് തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇടണം കേട്ടോ. അതിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ വായന്ന് തെറുതരാ വെള്ളം ഒലിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് ഇത് എന്ത് ചെയ്യണം, വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ എന്തിട്ടായിരുന്നു, ഫ്രൈ ചെയ്യായിരുന്നു. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തത് എന്ത് ചെയ്യണം, ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കഴിക്കട്ടെ, ഇത്രയും ടേസ്റ്റുള്ള സംഭവം. അപ്പോൾ നമ്മളുണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ആ തക്കാളിയുടെയും ഈ മുളകിൻ്റെയും പിന്നെ നമ്മൾ സവോളയുടെയും ഒക്കെ സമയമാണ് കേട്ടോ. ഇപ്പോൾ ഈ ചെമ്മീനിലേക്ക് ഇതൊക്കെ അങ്ങോട്ട് പിടിച്ച് മസാലയൊക്കെ ഇട്ട് നല്ല ചെമ്മീനൊക്കെ ഇപ്പോൾ പറയായിരിക്കും, ഓ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന തിന്നാന്നൊക്കെ ഇങ്ങനെ ചെമ്മീനൊക്കെ ഒന്ന് പറയുന്നുണ്ടാവും കേട്ടോ ഈ സമയത്ത്. കാരണം അത്ര ടേസ്റ്റ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് മൂടി വെക്കണം കുറച്ച് നേരം ഇത് ഇങ്ങനെ മൂടി വെക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ഇത് മധുരക്കിഴങ്ങും അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കൊത്ത് തേങ്ങ തേങ്ങ അങ്ങനെ കൊത്തിയിട്ട് ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കൂടി കിട്ടും. എന്നിട്ട് ഇത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ആട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക. ചെമ്മീൻ ഫ്രൈ നമ്മളിങ്ങനെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കൽ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ വേപ്പിലയും കൂടെ എൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വേപ്പില ഒറ്റക്കൊറ്റക്കായിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റ.